നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മറ്റത്തൂർ മേഖലാ സമ്മേളനം ചെട്ടിച്ചാലിൽ സംഘടിപ്പിച്ചു. കൊടകരയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 95 വയസ്സായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കുറച്ചു ദിവസമായി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:50 വിയോഗം. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ്, മാനന്തവാടി രൂപതയുടെ പ്രഥമ ബിഷപ്പ്, താമരശ്ശേരി രൂപത ബിഷപ്പ് എന്നീ സ്ഥാനങ്ങളിൽ സ്തുത്യർഹ സേവനം അനുഷ്ഠിച്ച മാർ ജേക്കബ് തൂങ്കുഴി 2007 ജനുവരി മുതൽ കാച്ചേരിയിലെ മൈനർ സെമിനാരിയിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. ജീവൻ TVയുടെ സ്ഥാപക ചെയർമാനാണ്. 2 തവണ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പദവി വഹിച്ചു. 2004 തൃശൂർ മേരിമാതാ സെമിനാരിയിൽ നടന്ന CBCAയുടെ ചരിത്ര സംഗമത്തിന്റെ സംഘാടകനായി ശ്രദ്ധ നേടി. 1997 തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് സ്ഥാനമേറ്റെടുത്ത മാർ ജേക്കബ് തൂങ്കുഴി 10 വർഷം അതേ സ്ഥാനത്ത് തുടർന്നു. 22 വർഷം മാനന്തവാടി രൂപതയുടെ ബിഷപ്പായിരുന്നു. കോട്ടയം ജില്ലയിലെ പാല വിളക്കുമാടത്ത് കർഷക ദമ്പതികളായ കുര്യന്റെയും റോസയുടെയും 4ാമത്തെ മകനായി 1930 ഡിസംബർ 13 ജനനം. കുടുംബം പിന്നീട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലേക്ക് കുടിയേറുകയായിരുന്നു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. മുമ്പ് നൽകിയ നിർദ്ദേശങ്ങളിൽ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവിലെ അവസ്ഥ വിലയിരുത്തുന്നതിനും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായി നാറ്റ്പാക്ക്, പൊതുമരാമത്ത് വകുപ്പ്, NH എഞ്ചിനീയറിംഗ് വിഭാഗം, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു സംഘത്തെ കളക്ടർ ചുമതലപ്പെടുത്തി. ഈ സംഘത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കളക്ടറുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പരിഹരിക്കാൻ ബാക്കിയുള്ളവയിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ NHAയോട് ആവശ്യപ്പെട്ടിരുന്നു. സർവീസ് റോഡുകളിൽ നിന്ന് പ്രധാന പാതയിലേക്കുള്ള പ്രവേശന ഭാഗങ്ങളിലെ വീതി കുറവ്, അപര്യാപ്തമായ ഓട സംവിധാനങ്ങൾ, സർവീസ് റോഡുകളിലെ കുഴികൾ അടയ്ക്കുന്നതിലെ അപാകത, നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലും അപകടകരമായ കുഴികളുള്ള ഭാഗങ്ങളിലും ആവശ്യമായ സുരക്ഷാ ബാരിക്കേഡുകളുടെ അഭാവം എന്നിവ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കും. കളക്ടർ രൂപീകരിച്ച സംഘം ഈ വിഷയങ്ങളിൽ വിശദമായ പരിശോധന നടത്തി ഇന്റർറിം ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അടിപ്പാത നിർമ്മാണത്തിൽ നേരിടുന്ന കാലതാമസത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. കൊടകരയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശികളായ തച്ചനാടൻ വീട്ടിൽ 33 വയസ്സുള്ള റെനീഷ്, എങ്ങട്ടായി വീട്ടിൽ 34 വയസ്സുള്ള രാഹുൽ, മാടായിക്കോണം കുഴിക്കാട്ടുകോണം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ 32 വയസ്സുള്ള അനീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 16 കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി ബാഗീഷിന്റെ വീട്ടിലേക്ക് കത്തിയും ഇരുമ്പു പൈപ്പുമായി അതിക്രമിച്ചു കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളാണ് മൂവരും. ജൂലൈ 17 ബാഗീഷും സുഹൃത്ത് നിഖിലും ചേർന്ന് റനീഷിനെയും സുഹൃത്ത് അഖിലിനെയും പുലിപ്പാറക്കുന്നിൽ വെച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ബാഗീഷ് റിമാൻഡിൽ പോയിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ബാഗീഷ് റനീഷിനെതിരെ കൊട്ടേഷൻ നൽകിയെന്ന തെറ്റിദ്ധരിച്ചതിലുള്ള വൈരാഗ്യത്താലാണ്
ബാഗിഷിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. റെനീഷ് കൊടകര പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും കൊടകര ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 വധശ്രമ കേസുകളിലും 3 അടിപിടി കേസുകളിലും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. രാഹുൽ കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO PK ദാസ്, GSI ബിനോയ് മാത്യു, GSIമാരായ ഗോകുലൻ, ആഷ്ലിൻ, GSCPO സജീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തവും കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുന്നയ്യൂർ അഖലാട് സ്വദേശി കല്ലിവളപ്പിൽ 43 വയസ്സുള്ള ഷെഫീഖിനെയാണ് കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് S ലിഷ ശിക്ഷിച്ചത്. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. 2021 ഒക്ടോബർ മാസത്തിൽ പ്രതിയുടെ വീട്ടിൽ വെച്ച് പലതവണയായി കുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ചു എന്നതാണ് കേസ്. കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെ ശരീരത്തിൽ അസ്വാഭാവികതയും വേദനയും ശ്രദ്ധയിൽപ്പെട്ട കുട്ടിയുടെ അമ്മയാണ് സംഭവം പുറത്തു കൊണ്ടുവന്നത്. അവർ മലപ്പുറം ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുകയും തുടർന്ന് ചൈൽഡ് ലൈൻ വടക്കേക്കാട് പോലീസിന് വിവരം കൈമാറുകയുമായിരുന്നു. തുടർന്ന് പോലീസ് കേസെടുക്കുകയായിരുന്നു. വടക്കേക്കാട് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന അമൃതരംഗനാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കുട്ടിയെ മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കുകയും വിദഗ്ധ കൗൺസിലിംഗ് നൽകുകയും ചെയ്തിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മറ്റത്തൂർ മേഖലാ സമ്മേളനം ചെട്ടിച്ചാലിൽ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ദിവ്യ സുധീഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് അമ്പിളി സോമൻ, മേഖലാ സെക്രട്ടറി ആശ ഉണ്ണികൃഷ്ണൻ, ട്രഷറർ അശ്വതി വിബി, സംഘാടക സമിതി വൈസ് ചെയർമാൻ PS പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. പുതിയ പ്രസിഡന്റായി ദിവ്യ സുധീഷ്, സെക്രട്ടറിയായി ആശ ഉണ്ണികൃഷ്ണൻ, ട്രഷററായി അശ്വതി വിബി എന്നിവരെ തെരഞ്ഞെടുത്തു. ചേർപ്പിലെ കലുങ്ക് സംവാദ വിവാദത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നിവേദനം നിരസിച്ചതിൽ സംഭവിച്ചത് കൈപ്പിഴയാണെന്നാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് വികസന സംവാദത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. MP സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനാണ് ശ്രമം. അപേക്ഷ നിരസിച്ചുവെന്ന സംഭവത്തിലൂടെ CPM ആ കുടുംബത്തെ സമീപിച്ച് വീട് വാഗ്ദാനം ചെയ്തത് സന്തോഷമുള്ള കാര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊച്ചു വേലായുധന്മാരെ ഇനിയും കാണിച്ചു തരാം, വേലായുധൻ ചേട്ടന്മാരെ ഇനിയും അങ്ങോട്ടയക്കും, പാർട്ടി വഴി നടപടിയെടുപ്പിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുരേഷ് ഗോപി അപേക്ഷ നിരസിച്ച കൊച്ചുവേലായുധന് വീട് നൽകുമെന്ന് CPM വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ചേർപ്പ് പുള്ളിൽ നടത്തിയ കലുങ്ക് സംവാദത്തിനിടെ പ്രദേശവാസിയായ കൊച്ചുവേലായുധൻ എന്ന വയോധികനാണ് അപേക്ഷയുമായി എത്തിയത്. കൊച്ചുവേലായുധന്റെ അപേക്ഷ സുരേഷ് ഗോപി നിരസിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. സംഭവം സുരേഷ് ഗോപിക്കെതിരെ CPM രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു. വൈദ്യുതി ബില്ലടയ്ക്കുമ്പോൾ 1000 രൂപ വരെ മാത്രം പണമായി സ്വീകരിക്കാനുള്ള തീരുമാനം കർശനമായി നടപ്പാക്കാൻ KSEB. 1000 രൂപയ്ക്ക് മുകളിലാണ് ബില്ലെങ്കിൽ അത് ഓൺലൈനായി മാത്രമാണ് അടയ്ക്കാൻ സാധിക്കുക. ഒരു KSEB ഓഫീസിൽ ബില്ലടയ്ക്കുന്നതിനായി 2 ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് ഒന്ന് നിർത്തലാക്കാനും തീരുമാനമായിട്ടുണ്ട്. അധികം വരുന്ന ജീവനക്കാരെ ഡിവിഷൻ, സർക്കിൾ ഓഫീസുകളിലേക്ക് പുനർവിന്യസിക്കുകയോ പൊതു സ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി സ്ഥലം മാറ്റുകയോ ചെയ്യും. ഒരേ കെട്ടിടത്തിൽ 2 സെക്ഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നിടത്തും ഒരു കൗണ്ടറേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്ന് KSEB അറിയിച്ചു. ബില്ലടയ്ക്കുന്നതിനുള്ള സമയക്രമത്തിലും മാറ്റം വരുത്താനാണ് തീരുമാനം. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പണം സ്വീകരിച്ചിരുന്നത് രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെ മാത്രമാക്കി ചുരുക്കി. 70% ബില്ലുകളും ഇപ്പോൾ ഓൺലൈനായാണ് അടയ്ക്കുന്നത്. ഇത് കണക്കിലെടുത്താണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോമും സഹായ ഉപകരണങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, പഞ്ചായത്ത് സെക്രട്ടറി പ്രതീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, HI ഷെജി, PEOമാരായ ദീപക്, നിഷ എന്നിവർ പങ്കെടുത്തു.
വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കോടാലി ടൗൺ ശാഖയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. ട്രഷറർ NB വിജയൻ പതാക ഉയർത്തി. ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് അധ്യാപകൻ PM ബിനോയ് കുമാർ ഭദ്രദീപം കൊളുത്തി. ഹരിദാസ് വട്ടോലി അധ്യക്ഷത വഹിച്ചു. മൂന്നുമുറി ശ്രീകൃഷ്ണ ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണയെ USS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതിന് ആദരിച്ചു. രോഗബാധിതർക്കുള്ള സഹായധനവും ചടങ്ങിൽ വിതരണം ചെയ്തു. സോജി തുമ്പരത്തുകുടി, നിതിൻ പേരുകുടി, സിജു തുമ്പരത്തുകുടി എന്നിവർ പ്രസംഗിച്ചു. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന കോടാലി സ്വദേശി ആൻറ്റു ചെമ്മഞ്ചേരി ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. നാടിന്റെ ഏതൊരാവശ്യത്തിനും മുൻപന്തിയിലുണ്ടായിരുന്നു ആൻറ്റു ചെമ്മഞ്ചേരി എന്ന പൊതുപ്രവർത്തകൻ. EMS ഭവന നിർമ്മാണ പദ്ധതിയിൽ നിർമ്മിച്ച വീട്ടിൽ ഭാര്യയോടൊപ്പമാണ് താമസം. ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്ന മകൻ ജോജു 4 വർഷം മുൻപ് 24ാം വയസ്സിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് മരിച്ചു. മകൾ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ഇതിനിടയിലാണ് ആൻറ്റു ചേട്ടന് ഹൃദയ സംബന്ധമായ അസുഖം കണ്ടെത്തിയത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സ. എന്നാൽ സാമ്പത്തിക പ്രയാസം മൂലം ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ തുടരുന്നത്. 8 ലക്ഷം രൂപ വരുന്ന ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സകൾക്കുമായി ഇപ്പോൾ ഉദാരമതികളുടെ കനിവ് തേടുകയാണ് ആൻറ്റു ചേട്ടൻ. ഇദ്ദേഹത്തെ സഹായിക്കുന്നതിനായി കൂട്ടുകാരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വരന്തരപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EA ഓമന എന്നിവർ രക്ഷാധികാരികളായും KK ശിവരാമൻ മാസ്റ്റർ ചെയർമാനായും 6ാം വാർഡ് മെമ്പർ KV ഉണ്ണികൃഷ്ണൻ കൺവീനറായും പ്രവർത്തിക്കുന്ന ചികിത്സാ സഹായ സമിതി ആൻറ്റു ചേട്ടന് വേണ്ടി ഉദാരമതികളെ സമീപിക്കുകയാണ്. ഇവിടെ ആൻറ്റു ചെമ്മഞ്ചേരിയുടെ പേരിൽ ഞങ്ങൾ ഇവിടുത്തെ പൗര പ്രധാനികളായ പലരും ചേർന്നിട്ട് ഒരു ചെറിയ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ കാലമായി വളരെ ആവശ്യ നിലയിലാണ്. ഇപ്പോൾ ഹാർട്ടിൻ്റെ ഒരു വാൽവ് മാറ്റിവെക്കേണ്ട ഒരു ശസ്ത്രക്രിയ അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്. അതിന് 10-20 ലക്ഷം രൂപ ചിലവുമുണ്ട്. 8 ലക്ഷം രൂപ മിനിമം വേണമെന്നാണ് പറഞ്ഞത്. അത് ആൾക്ക് വാൽവിനാണ് കംപ്ലൈൻറ്റ്. അത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ് അതിൻ്റെ ചികിത്സ നടക്കുന്നത്. 8 ലക്ഷം രൂപ ചിലവ് വരുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ അതിനൊരു കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് സ്വരൂപിക്കാനാണ് തീരുമാനം. അപ്പം ഞങ്ങൾ കുറച്ച് പൈസ ഒക്കെ പിരിച്ച് തുടങ്ങിയിട്ടുണ്ട്. സുമനസ്സുകൾക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ മറ്റത്തൂർ ശാഖയിൽ 40318111252990 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ഹൃദയവാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുകയാണ് ആൻറ്റു ചെമ്മഞ്ചേരി എന്ന ഗൃഹനാഥൻ. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ആൻറ്റു ചേട്ടൻ പൊതുരംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ കർമ്മനിരതനാകുന്ന ഒരു കാലത്തിനായി കരുതലൊരുക്കി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ. അവർ ഒരുക്കിയിട്ടുള്ള ചികിത്സാ സഹായ സമിതിയിലേക്ക് കൂടുതൽ ഉദാരമതികളുടെ സഹായം കൂടി അവർ തേടുകയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻറ്റോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് കാശ്മീര സിൽക്സിന്റെ ഓണം മെഗാ നറുക്കെടുപ്പിന്റെ ഭാഗമായുള്ള ഈ ആഴ്ചത്തെ നറുക്കെടുപ്പ് വിജയിക്ക് സമ്മാനം വിതരണം ചെയ്തു. വിജയിക്ക് 2500 രൂപയുടെ സൗജന്യ പർച്ചേസാണ് സമ്മാനം. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശി പട്ടത്ത് വീട്ടിൽ ശ്രീഹരിയാണ് വിജയി. നവീകരിച്ച ഷോറൂമിൽ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് കാശ്മീര സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഓണ ഷോപ്പിംഗിന്റെ ഭാഗമായി എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഫ്രീ പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ്ബ് ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. ക്ലബ്ബ് ജില്ലാ സെക്കൻഡ് ഗവർണർ ലയൺസ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കിരിയത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർമാരായ ബിജു പൊറത്തൂർ, ലയൺസ് ജോസ് മൂത്തേടൻ, പേരാമ്പ്ര പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബി വട്ടക്കുന്നിൽ, ഏരിയ ചെയർപേഴ്സൺ സെബി വട്ടോലി, സോൺ ചെയർമാൻ PD ജോൺസ്, MJ ഫെമി, വനിതാ സർക്കിൾ പ്രസിഡന്റ് രസീദ ജോയ്സൺ, ക്ലബ് സെക്രട്ടറി MV ജോണി, ജിജോ ഉറുവത്ത് എന്നിവർ പ്രസംഗിച്ചു. കലൂർ മുട്ടിത്തടിയിൽ വീട്ടുപറമ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി.
പൂന്തുരുത്തി ദിവാകരന്റെ പറമ്പിൽ നിന്നാണ് ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. വനപാലകരെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയിൽ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ 9-ന് ജ്യോതിസ് പാരിഷ് ഹാളിൽ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആബ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത്. പള്ളി വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ സീഡ് ക്ലബ്ബ് ഗ്രീൻ വേവ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓസോൺ ദിനം ആചരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ പ്രസിഡന്റ് പ്രൊഫസർ KR ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ പ്രധാന അധ്യാപിക KP ബിന്ദു, VHSC വിഭാഗം പ്രധാന അധ്യാപിക K അനിത, സീഡ് ക്ലബ്ബ് കോർഡിനേറ്റർ TT സുനില എന്നിവർ പ്രസംഗിച്ചു. ഇനി കാണാം ഇൻഫോടോക്ക്. സോഷ്യൽ മീഡിയയിൽ AI ജനറേറ്റഡ് ഫോട്ടോകളുടെ ട്രെൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ ഗൂഗിൾ ജെമിനി നാനോ ബനാന AI ടൂൾ പുറത്തിറക്കിയിരുന്നു. നാനോ ബനാന AI 3D ഫിഗറിൻ വളരെ പെട്ടെന്നാണ് ജനപ്രിയമായത്. നാനോ ബനാനയിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്ന ചർച്ചയും ഒരു വശത്ത് സജീവമാണ്. ഇതാ അറിയേണ്ടതെല്ലാം. ഗൂഗിളിന്റെ ജെമിനി AI മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ള ഇമേജ് ജനറേറ്റിംഗ് ടൂളാണ് നാനോ ബനാന അഥവാ ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ്. ഈ ടൂൾ സാധാരണ ചിത്രങ്ങളെ കളിപ്പാട്ടം പോലുള്ള 3D പോർട്രേറ്റുകളാക്കി മാറ്റുകയോ 90കളിലെ ബോളിവുഡ് സാരി ലുക്കിലും മറ്റും അവതരിപ്പിക്കുകയും ചെയ്യുന്നു. തിളങ്ങുന്ന പ്ലാസ്റ്റിക് പോലുള്ള ടെക്സ്ചറുകൾ, വലിയ എക്സ്പ്രസീവ് കണ്ണുകൾ, ഫ്ലോട്ടിംഗ് ഷിഫോൺ സാരികൾ, റെട്രോ ഫാലിമി പശ്ചാത്തലങ്ങൾ തുടങ്ങിയവ ഈ ചിത്രങ്ങളിൽ കാണിക്കുന്നു. ഈ പ്രവണത അതിവേഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനപ്രിയതയ്ക്ക് ഏറ്റവും വലിയ കാരണം നാനോ ബനാന ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള എളുപ്പത്തിലുള്ള പ്രോംപ്റ്റുകളും നിർദ്ദേശങ്ങളുമാണ്. അതിലൂടെ ആർക്കും ഒരു നല്ല AI ജനറേറ്റഡ് ഇമേജ് സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളുടെ ഹൈപ്പർ റിയലിസ്റ്റിക് ഇമേജ് നിർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് സാങ്കേതിക വൈദഗ്ധ്യമോ പണമടയ്ക്കലോ ആവശ്യമില്ല. എങ്കിലും ഈ ട്രെൻഡ് വ്യക്തിഗത ചിത്രങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്വകാര്യത, സുരക്ഷാ അപകട സാധ്യതകളെക്കുറിച്ച് പുതിയ മുന്നറിയിപ്പുകൾ ഉയർത്തിയിട്ടുണ്ട്. ജെമിനി ഉപയോഗിച്ച് സൃഷ്ടിച്ച ചിത്രങ്ങളിൽ AI നിർമ്മിത ഉള്ളടക്കം പരിശോധിക്കാൻ സഹായിക്കുന്നതിന് മെറ്റാഡാറ്റ ടാഗുകൾക്കൊപ്പം സിന്ത് ID എന്നറിയപ്പെടുന്ന ഒരു അദൃശ്യ വാട്ടർമാർക്ക് ഉണ്ടെന്ന് ഗൂഗിൾ പറയുന്നു. ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ്, അതായത് നാനോ ബനാന ഉപയോഗിച്ച് സൃഷ്ടിച്ചതോ എഡിറ്റ് ചെയ്തതോ ആയ എല്ലാ ചിത്രങ്ങളിലും AI സൃഷ്ടിച്ചതാണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ ഈ അദൃശ്യ സിന്ത് ID ഡിജിറ്റൽ വാട്ടർമാർക്ക് ഉൾപ്പെടുന്നു. എന്നാൽ ഈ സിന്ത് IDക്കായുള്ള കണ്ടെത്തൽ ഉപകരണങ്ങൾ ഇതുവരെ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. എന്നാൽ ഈ വാട്ടർമാർക്ക് പരിശോധിക്കാൻ ഇതുവരെ ഒരു ഉപകരണവുമില്ല എന്നതാണ് ശ്രദ്ധേയം. മാത്രമല്ല, ഈ വാട്ടർമാർക്കുകളിൽ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആദ്യം വാട്ടർമാർക്കിംഗ് ഒരു മാന്യമായ പരിഹാരമായി തോന്നാമെങ്കിലും എളുപ്പത്തിൽ നീക്കം ചെയ്യാനോ വ്യാജമാക്കാനോ കഴിയുമെന്ന് റിയാലിറ്റി ഡിഫൻഡറിന്റെ CEO ബെൻ കോൾമാൻ പറഞ്ഞതായി വയേർഡിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. വാട്ടർമാർക്കിങ്ങിന് സാധ്യതകളുണ്ടെങ്കിലും അത് ഒരു മികച്ച സുരക്ഷാ സംവിധാനമല്ലെന്നും അതിന് പരിമിതികളുണ്ടെന്നും UC ബെർക്ലി സ്കൂൾ ഓഫ് ഇൻഫർമേഷനിലെ പ്രൊഫസർ ഹാനി ഫരീദ് വയേർഡിനോട് പറഞ്ഞു. വൈറൽ AI ടൂളുകളിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഉപയോക്താക്കൾ മുൻകരുതലുകൾ എടുക്കണമെന്ന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. സെൻസിറ്റീവ് അല്ലെങ്കിൽ സ്വകാര്യ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക, ലൊക്കേഷൻ ടാഗുകൾ പോലുള്ള മെറ്റാഡാറ്റ നീക്കം ചെയ്യുക, സോഷ്യൽ മീഡിയയിലെ പ്രൈവസി സെറ്റിംഗ്സുകൾ കർശനമാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചിത്രങ്ങൾ പങ്കിടുന്നത് പരിമിതപ്പെടുത്തുന്നതും ദുരുപയോഗ സാധ്യത കുറയ്ക്കുമെന്നും വിദഗ്ധർ പറയുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഓവർസിയർ ഗ്രേഡ് 3 തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായവർ സെപ്റ്റംബർ 22 ഉച്ചയ്ക്ക് 2 നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048027551262. മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSC വിഭാഗത്തിൽ ഇക്കണോമിക്സ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ 10-ന്.
ചെങ്ങാലൂർ മണ്ണമ്പേട്ട മാവിൻചൂട് റോഡിൽ ശാന്തിനഗർ മുതൽ മണ്ണമ്പേട്ട ജംഗ്ഷൻ വരെ കാന കൾവർട്ട് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ 19 മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ ഭാഗികമായ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,240 രൂപ, പവന് 81,920 രൂപ. കാവല്ലൂർ കൊല്ലേരി അനിൽകുമാറിൻ്റെയും ശ്രീകലയുടെയും മകൻ ദേവജിത്ത് അന്തരിച്ചു. 10 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സഹോദരൻ ധനഞ്ജയ്. വെണ്ടൂർ അല്ലപ്പുഴ വീട്ടിൽ പരേതനായ വേലായുധൻ ഭാര്യ കൊച്ചുമോൾ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 കുരിയച്ചിറ ശാന്തി മന്ദിരത്തിൽ. ചന്ദ്രൻ, ലീല, അമ്മിണി, ഗോപി, പ്രഭാകരൻ, ശിവാനന്ദൻ, പരേതനായ മോഹനൻ എന്നിവർ മക്കളും. കുട്ടപ്പൻ, ശൈല, അനിത, പരേതരായ സുശീല, ചന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മറ്റത്തൂർ മേഖലാ സമ്മേളനം ചെട്ടിച്ചാലിൽ സംഘടിപ്പിച്ചു. കൊടകരയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.